വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ശ്ലോകങ്ങൾ 31 മുതൽ 35 വരെ, നാമങ്ങൾ 283 മുതൽ 326 വരെ നമുക്ക് മനസ്സിലാക്കാം. 31 ശ്ലോകം. അമൃതാംശോദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗത സേതു സത്യധർമ്മ പരാക്രമ. ഇവിടെ അമൃതാംശോദ്ഭവ, ഭാനു, ശശബിന്ദു, സുരേശ്വര, ഔഷധം, ജഗത, സേതു, സത്യധർമ്മ പരാക്രമ എന്നിങ്ങനെ 7 നാമങ്ങളാണ് വരുന്നത്. അമൃതാംശോദ്ഭവ. അമൃതാംശു എന്നാൽ ചന്ദ്രൻ. ചന്ദ്രൻ്റെ ഉദ്ഭവസ്ഥാനമായവൻ എന്നാണ് ഈ നാമത്തിന് അർത്ഥം. അമൃതിനു വേണ്ടി പാലാഴി മഥനം നടത്തിയപ്പോൾ ചന്ദ്രൻ ഉദിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഭാനു. ഭ എന്നാൽ പ്രകാശം. അത്യുജ്വലമായി പ്രകാശിക്കുന്നവനെന്നാണ് ഇവിടുത്തെ വിശേഷണം. ശശബിന്ദു. ശശം എന്നാൽ മുയൽ. ശശബിന്ദു എന്നാൽ മുയലിനെ പോലെയുള്ള ബിന്ദു ഉള്ളവൻ, അതായത് ചന്ദ്രൻ എന്ന് പറയുന്നു. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ രസാത്മകനായ ചന്ദ്രൻ അഥവാ സോമനായി എല്ലാ ഔഷധികളെയും പോഷിപ്പിക്കുന്നു. അതുകൊണ്ട് വിഷ്ണുവിനെ ശശബിന്ദു എന്ന് വിളിക്കുന്നു. സുരേശ്വര. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ സുരേശ എന്ന നാമം തന്നെയാണ്. സുരന്മാരുടെ, അതായത് ദേവന്മാരുടെ ഈശ്വരനാണ് എന്ന് പറയുന്നു. ഔഷധം. സംസാര രോഗത്തിന് ഔഷധമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാനെ ഔഷധമെന്ന് വിശേഷിപ്പിക്കുന്നു. ജഗത സേതു. ഇത് 2 പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു നാമമായി ചൊല്ലണം. ജഗത്തിന് പാലമായവനാണ് വിഷ്ണു എന്ന അർത്ഥം വരുന്നു. സംസാര ദുഃഖങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള പാലമെന്ന് അർത്ഥമാക്കുന്നു. ഇതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ സേതുമാധവൻ, സേതുരാമൻ എന്നൊക്കെ വിളിക്കുന്നു. സത്യധർമ്മ പരാക്രമ. സത്യമായ, നിഷ്കപടമായ ധർമ്മവും പരാക്രമവും ഉള്ളവനാണ് വിഷ്ണു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പരാക്രമം കാണിക്കുന്നവൻ എന്നും പറയാം. സത്യം വദ ധർമ്മം ചര എന്ന ശാസനം നടപ്പിലാക്കുന്നവനാണ് വിഷ്ണു. 32 ശ്ലോകം. ഭൂതഭവ്യഭവന്നാഥ പവന പാവനോനല കാമഹ കാമകൃത്കാന്ത കാമ കാമപ്രദ പ്രഭു. ഇവിടെ 10 നാമങ്ങൾ കാണുവാൻ കഴിയും. ഭൂതഭവ്യഭവന്നാഥ, പവന, പാവന, അനല, കാമഹ, കാമകൃത്, കാന്ത, കാമ, കാമപ്രദ, പ്രഭു എന്നിവയാണ് 10 നാമങ്ങൾ. ഭൂതഭവ്യഭവന്നാഥ. 3 കാലങ്ങളെയും, ഭൂതം, വർത്തമാനം, ഭാവി നിയന്ത്രിക്കുന്നവൻ, നാഥൻ എന്നൊക്കെ അർത്ഥം പറയാം. ഇത് തന്നെ നമ്മൾ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന നാമത്തിലും കണ്ടതാണ്. പവന. പവിത്രമാക്കുന്നവനാണ് വിഷ്ണു എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. പാവന. വായുവിനെ ചലിപ്പിക്കുന്നവൻ, പവിത്രമാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്നു. അനല. അലം, അതായത് മതി എന്ന ഭാവം ഇല്ലാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. എന്തു കിട്ടിയാലും പോരാ, മതി വരില്ല എന്ന ഭാവം വിഷ്ണുവിന് ഇല്ല എന്ന് അർത്ഥം. വിഷ്ണു തന്നെയാണ് അഗ്നി എന്ന് നാം കണ്ടതാണ്. തപസ്സും സാധനയും ഇത്ര മതിയെന്ന് ഒരിക്കലും പറയാനാവാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. കാമഹ. കാമങ്ങളെ ഹനിക്കുന്നവൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യനെ നിഷ്കാമനാക്കി കർമ്മത്തിൽ പ്രവൃത്തനാക്കുന്നവൻ എന്ന് പറയുന്നു. കാമകൃത്. കാമങ്ങളെ ഛേദിച്ചു കളയുന്നവനെന്നാണ് ഇതിന് അർത്ഥം. പുരുഷാർത്ഥത്തിലെ കാമത്തെ ഉണ്ടാക്കുന്നവനും കാമദേവനെ സൃഷ്ടിച്ചവനുമാണ് വിഷ്ണു എന്ന് പറയാം. വിഷ്ണുവിൻ്റെ മകനാണ് കാമദേവനെന്ന് പറയുന്നു. കാന്ത. അളവറ്റ കാന്തിയുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. കാമ. കാമിക്കപ്പെടുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രാണികളിൽ ധർമാനുകൂലമായ കാമമാണ് ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. കാമപ്രദ. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രഭു. പ്രകർഷേണ ശക്തനായി ഭവിക്കുന്നവൻ, ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനും ശക്തനായവനാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു. 33 ശ്ലോകം. യുഗാതികൃത് യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത്. യുഗാതികൃത്, യുഗാവർത്ത, നൈകമായ, മഹാശന, അദൃശ്യ, വ്യക്തരൂപ, സഹസ്രജിത്, അനന്തജിത് എന്നിങ്ങനെ 8 നാമങ്ങളാണ് ഇവിടെ വരുന്നത്. യുഗാതികൃത്. യുഗാദി എന്ന പദം വിനാഴിക തൊട്ട് യുഗം വരെയുള്ള കാലഗണനയെ സൂചിപ്പിക്കുന്നു. ആ കാലഗണനയുടെ കർത്താവായിട്ടാണ് മഹാവിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. യുഗാവർത്ത.
യുഗങ്ങളെ ആവർത്തിപ്പിക്കുന്നവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളെയും ചക്രീയമായി ആവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിഷ്ണു. അതുകൊണ്ട് യുഗാവർത്തൻ എന്ന് വിളിക്കാം. നൈകമായ, ന ഏകമായ, ഒന്നിൽ ഒതുങ്ങാത്ത മായകളോട് കൂടിയവനാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു. മഹാശന, അശനമെന്നാൽ ഭക്ഷണമെന്ന് പറയാം. മഹത്തായ ഭക്ഷണം കഴിക്കുന്നവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. പ്രളയകാലത്ത് സമഗ്ര സൃഷ്ടിയെയും തന്നിലേക്ക് വലിക്കുന്നവനാണ് വിഷ്ണു എന്ന് നാം മുൻപ് കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് ഭക്ഷണമായി പറയുന്നത്. അദൃശ്യ, ദൃശ്യമല്ലാത്തവൻ, ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാനാവാത്തവൻ എന്നാണ് ഈ നാമം കൊണ്ട് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. വ്യക്തരൂപ, അദൃശ്യനാണെങ്കിലും യോഗികൾക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമായ രൂപത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സഹസ്രജിത്, ആയിരക്കണക്കിന് അസുരന്മാരെ ജയിച്ചവനാണ് എന്നാണ് ഈ നാമത്തിലെ വിശേഷണം. അനന്തജിത്, അനന്തമായ, അവസാനമില്ലാതെ ജയിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. 34-ാം ശ്ലോകം. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡി നഹുഷോ വൃഷ ക്രോധ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര. ഇഷ്ട, വിശിഷ്ട, ശിഷ്ടേഷ്ട, ശിഖണ്ഡി, നഹുഷ, വൃഷ, ക്രോധ, ക്രോധകൃത്കർത്ത, വിശ്വബാഹു, മഹീധര എന്ന് 10 നാമങ്ങൾ ഇവിടെ വരുന്നു. ഇഷ്ട, ഇഷ്ടമുള്ളവൻ, പ്രിയമുള്ളവൻ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം വരും. പരമാനന്ദ സ്വരൂപനും യജ്ഞങ്ങളെക്കൊണ്ട് യജിക്കപ്പെടുന്നവനുമായതുകൊണ്ട് ഭഗവാൻ വിഷ്ണു എല്ലാവർക്കും പ്രിയനാണ്. വിശിഷ്ട അല്ലെങ്കിൽ അവിശിഷ്ട. ഇഷ്ടോ വിശിഷ്ട എന്നത് പദം മുറിക്കുമ്പോൾ ഇഷ്ട വിശിഷ്ട എന്നും ഇഷ്ട അവിശിഷ്ട എന്നും പറയാം, തെറ്റില്ല. വിശിഷ്ട എന്നാണെങ്കിൽ അതിനർത്ഥം ശ്രേഷ്ഠൻ, ബഹുമാന്യൻ, പ്രത്യേകമായിട്ടുള്ളവൻ എന്നൊക്കെയാണ്. അവിശിഷ്ട എന്നാണ് ശ്രീ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം പറയുന്നത് ഇപ്രകാരമാണ്: ഭഗവാൻ വിഷ്ണു എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നവനായതുകൊണ്ട് അവിശിഷ്ടനാണ് എന്നാണ്. അതായത് പ്രത്യേകതകൾ ഒന്നും എടുത്തു പറയാനില്ലാത്തവൻ, എല്ലാവരെ പോലെയും ഒരു സാധാരണക്കാരൻ എന്നൊക്കെ പറയാം. ശിഷ്ടേഷ്ട, ശിഷ്ടന്മാർക്ക് ഇഷ്ടനായവൻ, ശിഷ്ടന്മാർ ഇഷ്ടപ്പെട്ടവരായുള്ളവൻ എന്നൊക്കെ ഈ നാമം കൊണ്ട് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ശിഷ്ടന്മാർ എന്നാൽ സംസ്കാരസമ്പന്നരും വിദ്യാസമ്പന്നരുമായിട്ടുള്ളവർ എന്ന് പറയുന്നു. ശിഖണ്ഡി, ശിഖണ്ഡമെന്നാൽ മയിൽപ്പീലിയാണ്. മയിൽപ്പീലി ചൂടിയവനാണ് വിഷ്ണു എന്നതുകൊണ്ട് ശിഖണ്ഡി എന്ന് പറയാം. നഹുഷ, നഹ്യതി എന്നാൽ ബന്ധിക്കുക എന്നർത്ഥം പറയാം. അതുകൊണ്ട് ഇവിടെ എല്ലാ ഭൂതങ്ങളെയും മായ കൊണ്ട് ബന്ധിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വൃഷ, ഈ നാമം കൊണ്ട് ആഗ്രഹങ്ങൾ വർഷിക്കുന്നവൻ, ധർമ്മസ്വരൂപൻ എന്നൊക്കെയാണ് മഹാവിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. ക്രോധ, ക്രോധത്തെ ഹനിക്കുന്നവനാണ് വിഷ്ണു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. ക്രോധകൃത്കർത്ത, ക്രോധം ജനിപ്പിക്കുന്നവനെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ദുഷ്ടന്മാരിൽ ക്രോധമുണ്ടാക്കി അവരുടെ സമൂഹനാശത്തിന് വഴിയൊരുക്കുന്നു മഹാവിഷ്ണു എന്ന് പറയുന്നു. വിശ്വബാഹു, വിശ്വത്തിന് ബാഹു അതായത് കൈ ആയവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഈ വിശ്വത്തിലെ എല്ലാ ചേഷ്ടകളും ഭഗവാൻ വിഷ്ണുവാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മഹീധര, മഹി എന്നാൽ ഭൂമി എന്നും പൂജ എന്നും അർത്ഥം കാണാം. ഭൂമിയോ അല്ലെങ്കിൽ പൂജയോ ധരിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 35-ാം ശ്ലോകം. അച്യുത പ്രഥിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത. ഇവിടെ 9 നാമങ്ങളാണുള്ളത്. അച്യുത, പ്രഥിത, പ്രാണ, പ്രാണദ, വാസവാനുജ, അപാംനിധി, അധിഷ്ഠാനം, അപ്രമത്ത, പ്രതിഷ്ഠിത എന്നിവയാണ് 9 നാമങ്ങൾ. അച്യുത, ച്യുതമെന്നാൽ വികാരമെന്ന് പറയാം. വികാരങ്ങൾക്ക് അതീതനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു ഈ നാമത്തിൽ. പ്രഥിത, പ്രസിദ്ധൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. പ്രാണ, മഹാവിഷ്ണുവിനെ പ്രാണസ്വരൂപനെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രാണദ, പ്രാണൻ അഥവാ ജീവൻ പ്രദാനം ചെയ്യുന്നവനെന്നാണ് ഈ നാമം കൊണ്ട് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. വാസവാനുജ, വാസവൻ എന്നാൽ ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ അനുജനായ 5ാമത്തെ അവതാരമായ വാമനനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപാംനിധി, അപമെന്നാൽ ജലം. ബഹുവചനമാണ് ഈ നാമം, അതുകൊണ്ട് ജലങ്ങൾ എന്ന് പറയാം. നിധി എന്നാൽ ഒരു പെരുങ്കടൽ എന്നും പറയാം. ജലങ്ങളുടെ ഒരു പെരുങ്കടൽ അഥവാ ജലാശയങ്ങളിൽ വച്ച് ഒരു സാഗരമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു.
അധിഷ്ഠാനം, ഇരിപ്പിടം. സർവഭൂതങ്ങളുടെയും ഇരിപ്പിടമാണ് മഹാവിഷ്ണു. സർവഭൂതങ്ങളും മഹാവിഷ്ണുവിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയുന്നു. അപ്രമത്ത, പിഴവുകൾ പറ്റാത്തവനെന്ന് ഈ നാമം കൊണ്ട് മഹാവിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. പ്രതിഷ്ഠിത, സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതോടെ ഇന്നത്തെ 5 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 326 നാമങ്ങൾ കണ്ടുകഴിഞ്ഞു. നമുക്കിനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗത സേതു സത്യധർമ്മ പരാക്രമ ഭൂതഭവ്യഭവന്നാഥ പവന പാവനോനല കാമഃ കാമകൃത്കാന്ത കാമ കാമപ്രദ പ്രഭു യുഗാതികൃത് യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടശിഖണ്ഡീ നഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര അച്യുത പ്രഥിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ നാമങ്ങൾ മനസ്സിലാക്കാം.